എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്ന 60 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് 1850 കോടി രൂപയാണ് സർക്കാർ ഇതിനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ കടമെടുപ്പും നടത്തുന്നുണ്ട്. തുടർന്ന് പെൻഷൻ വിതരണം ആരംഭിക്കുവാനാണ് നടപടിയായിരിക്കുന്നത്. നിലവിൽ 2024 മാർച്ച് മാസം മുതൽ സംസ്ഥാനത്ത് മുടങ്ങാതെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടന്നു വരികയാണ്. നൽകുവാനുള്ള 5 മാസത്തെ കുടിശ്ശികയിൽ 2 ഗഡുക്കളും കഴിഞ്ഞ സാമ്പത്തിക വർഷം നൽകിയതായിട്ട് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മെയ് മാസത്തിലും 1 ഗഡു കുടിശ്ശിക പെൻഷൻ നൽകുന്നതോടുകൂടി ഇനി 2 ഗഡു പെൻഷനാണ് കുടിശ്ശികയായിട്ട് അവശേഷിക്കുന്നത്. അത് രണ്ടും തുടർന്ന് വരുന്ന വിവിധ മാസങ്ങളിൽ നൽകി ഈ സാമ്പത്തിക വർഷം തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. 3200 രൂപയുടെ വിതരണം ആദ്യം ലഭിക്കുക 26 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നവർക്കായിരിക്കും. വ്യാഴാഴ്ച മുതൽ ക്ഷേമ പെൻഷന്റെ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആരംഭിക്കുമെന്നാണ് അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. ശനിയാഴ്ചയോടെ ആയിരിക്കും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ തുക ലഭിക്കുന്നവർക്ക് 3200 രൂപയുടെ വിതരണം ആരംഭിക്കുന്നത്. 2 മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള 3200 രൂപ 1600 രൂപ വീതം 2 തവണയായിട്ട് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നത്. ഓരോ മാസത്തെയും പെൻഷൻ തുക പ്രത്യേകമായിട്ട് അയക്കുന്നത് കൊണ്ട് 1600 രൂപ 2 തവണയായിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. പെൻഷൻ തുകയിൽ കേന്ദ്ര വിഹിതമായിട്ടുള്ള 200, 300, 500 രൂപ തുടങ്ങിയവ ഉള്ളവർക്ക് ആ തുക കുറച്ചായിരിക്കും ആദ്യം അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. 2 മാസത്തെ പെൻഷൻ ആയതുകൊണ്ട് 400, 600, 1000 രൂപ എന്നിങ്ങനെ അവർക്ക് 3200 രൂപയിൽ കുറവുണ്ടായിരിക്കുന്നതാണ്. കേന്ദ്ര വിഹിത തുകയും സംസ്ഥാനം മുൻകൂറായിട്ട് നൽകിയിരിക്കുന്നത് കൊണ്ട് 4-5 ദിവസത്തിനുള്ളിൽ കേന്ദ്ര വിഹിത തുകയും PFMS സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന DBT അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് 3200 രൂപ ഒരുമിച്ച് തന്നെ ലഭിക്കുന്നതാണ്. വീടുകളിൽ വിതരണം നടത്തുന്ന ജീവനക്കാർക്ക് പ്രധാനമായിട്ടും യാതൊരു തുകയും നൽകേണ്ടതില്ലെന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. ഒരു ഗുണഭോക്താവിന് പെൻഷൻ തുക വീട്ടിലെത്തിച്ച് നൽകുന്നതിന് 30 രൂപ സർക്കാർ ഇൻസെൻറ്റീവായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസത്തെ വിതരണ ഇൻസെൻറ്റീവ് കുടിശ്ശികയായിരുന്നത് കൊടുത്തു തീർക്കുവാനായിട്ട് സർക്കാർ കഴിഞ്ഞയാഴ്ച 40 കോടി രൂപയും അനുവദിച്ചിരുന്നു. മെയ് മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ 2 മാസത്തെ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വരും ദിവസങ്ങളിൽ തന്നെ എത്തുന്നതാണ്. തുക ലഭിക്കുന്നവർ അക്കാര്യം കമൻ്റായിട്ടുകൂടെ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.